കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള മെയിൻ ബെനിഫിറ്റ് എന്തായിട്ട് വരുന്നത്? കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക അഥവാ LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ലയബിലിറ്റി ലിമിറ്റഡ് ആക്കുക. അഥവാ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ തുടങ്ങാൻ ഒരു 20 ലക്ഷം രൂപയാണ് വരുന്നത്. 20 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ നമ്മളെ സ്ഥാപനത്തിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലോസോ എന്തെങ്കിലും സിറ്റുവേഷൻ, ഇപ്പോൾ കൊറോണ അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത ഒരു പ്രശ്നം കാരണം ഒരു ലോസ് സംഭവിച്ച് ഒരു 25 ലക്ഷം രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപ ലോസ് വരികയാണ്. അപ്പോൾ നമ്മൾ ആകെ കമ്പനീൻ്റെ അസറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. അതിലേക്ക് 30 ലക്ഷം രൂപ എന്താണ് അഡീഷണൽ ആയിട്ട് വരികയാണ്. ആ എമൗണ്ട് നമ്മൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം, ബിയർ ചെയ്യേണ്ടി വരും. 30 ലക്ഷം രൂപ അതായത് വീടോ സ്ഥലമോ വിറ്റിട്ട് വേണം കൊടുക്കാൻ. എന്നാൽ കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ആ കമ്പനി വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കോമ്പൻസേഷനായിട്ട് നമ്മൾ കൊടുത്താൽ മതി. ബാലൻസുള്ള എമൗണ്ട് നമ്മൾ എന്തില്ല, നമ്മൾ അതായത് പേഴ്സണൽ അസറ്റിലേക്ക് അത് ബാധിക്കില്ല. കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് അതാണ്.